വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. വലിയ രീതിയിൽ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളുമായി മുന്നേറാമെന്ന് വിചാരിച്ച കെജ്രിവാളും സംഘത്തിനും വഴിതെറ്റുകയാണ് ഉണ്ടായത്. കെജ്രിവാളിൻ്റെ പാർട്ടി ഒരു ലോക തോൽവിയായി മാറിയത് എങ്ങനെയാണ്? ആം ആദ്മി പാർട്ടി എന്നത് സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് വിശ്വസിച്ചവരെ വഞ്ചിച്ച് കബളിപ്പിച്ച് വലിയ തോതിൽ ഫണ്ടടിച്ചു മാറ്റലും ജനങ്ങളെ മുഴുവൻ പിഴിഞ്ഞ് കാശുണ്ടാക്കലും. മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ അകത്തായി ചിരകാലം ജയിലിൽ കിടക്കുമെന്ന സ്ഥിതി വന്നപ്പോൾ BJPയുമായി ഒരു ഡീലിലേക്ക് എത്തി കെജ്രിവാൾ തടിയുരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മി ഒരു കാലത്തും സഹകരിക്കാൻ താല്പര്യപ്പെടാത്തത്. ആം ആദ്മിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിനെ അള്ളുവെച്ച് ഗ്രാമീണ മേഖലകളിൽ വോട്ട് തേടി BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഇറങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടു. ഗുസ്തി താരങ്ങളുടെ വിഷയം വന്നപ്പോൾ പോലും ആം ആദ്മി യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. ഹരിയാനയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഒരു MLA ആണ് മുൻ ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ട്. അവർ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഐതിഹാസിക സമര പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം. ബ്രിജ് ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ നടത്തിയ ഐതിഹാസിക സമരം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ട് ഏതാനും മാസങ്ങൾക്കകം അതിന്റെ പ്രാധാന്യം കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ജനങ്ങളെ മുഴുവൻ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന രീതിയിൽ, ജനങ്ങളെ മുഴുവൻ കബളിപ്പിക്കുന്ന രീതിയിൽ കുറ്റിച്ചൂലും എന്നും പറഞ്ഞ് സ്വയം പരിഹാസനായി ഇറങ്ങി. എല്ലാം തൂത്തുവൃത്തിയാക്കുമെന്ന് പറഞ്ഞ് ഡൽഹി മുഴുവൻ മലീനസപ്പെടുത്തുന്ന അവസ്ഥയിലാണ് കെജ്രിവാൾ BJPയുടെ കയ്യിൽ ഭരണം താരത്തിൽ വെച്ചു കൊടുത്തത്. ഇപ്പോൾ രേഖ ഗുപ്തയാണ് മുഖ്യമന്ത്രി. അവിടെ അതിലും വലിയ പോരാട്ട നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെല്ലാം BJPക്ക് വേണ്ടി പണിയെടുക്കുന്നവരായതുകൊണ്ട് തന്നെ ആം ആദ്മി അവസാനം BJPയുമായി ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നു. കെജ്രിവാളിനെ മോചിതനാക്കാം, പക്ഷേ ആം ആദ്മിയുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി BJP വിരുദ്ധമായിരിക്കണം, കോൺഗ്രസിനെ പൊളിക്കാനായിരിക്കണം. അങ്ങനെ കൂടുതൽ അവർ ശ്രദ്ധയോടെ ഗുജറാത്തിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ എങ്ങനെ കോൺഗ്രസിനെ അള്ളുവയ്ക്കാം എന്ന രീതിയിലേക്കായിരിക്കുന്നു. പഞ്ചാബിൽ ഇപ്പോൾ വൃത്തികെട്ട രാഷ്ട്രീയ കളിയാണ് കളിക്കുന്നത്. കോൺഗ്രസിനെ ഭരണത്തിൽ നിന്നും മാറ്റുക വഴി പഞ്ചാബിൽ ആം ആദ്മി ശക്തി പ്രാപിച്ചുവെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. കോൺഗ്രസിന് തിരിച്ചു വരാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മിയുടെ പ്രവർത്തകരെ എൻ ബ്ലോക്കായി തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ദേശീയ തലത്തിൽ നടക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന രീതിയിൽ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാനല്ല അതിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള അഭിജിത് ദീപ്കെ ശ്രമിക്കുന്നത്. അഭിജിത് ദീപ്കെ കോൺഗ്രസിലേക്ക് ചേരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്.